സ്വാഗതം. വത്തിക്കാനിലെ സുവിശേഷവൽക്കരണ ഡിക്കാസ്റ്ററിയുടെ നേതൃത്വത്തിൽ നടന്ന അസാധാരണ പ്ലീനറി യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പങ്കെടുത്തു. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പൊന്നാടണിയിച്ചു. വിവിധ സംസ്കാരങ്ങളിലെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുവിശേഷത്തിന്റെ സാംസ്കാരിക അനുരൂപണങ്ങളെക്കുറിച്ചുമാണ് പ്ലീനറി യോഗത്തിൽ ചർച്ച നടത്തിയത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിക്ക് പുതിയ നേതൃത്വം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ യുവജന വിഭാഗമായ ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ ജനറൽ കോർഡിനേറ്റർമാരായി സിജോ ഇലന്തൂർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. കോർഡിനേറ്റർമാരായി ഷിജോ മാത്യുയുടെ അടിയിൽ സിജോ കണ്ണേഴത്ത്, അബി മാത്യൂസ് കാഞ്ഞിരപ്പാറ, അപർണ ജോസഫ്, റോബിൻ ഓടമ്പള്ളി, ജസ്റ്റിൻ നടക്കാലൻ, ലിയോൺ വിധേയത്തിൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യൂത്ത് കൗൺസിലിന്റെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സഭയും സമുദായവും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുമെന്ന് യൂത്ത് കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ 12 മാസത്തിനുള്ളിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തുവാൻ കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനത്തെ സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് സ്വാഗതം ചെയ്തു. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ നിയമവ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. 2011 ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിരവധി വ്യക്തികളും പ്രസ്ഥാനങ്ങളും സുപ്രീം കോടതിയിലും കേന്ദ്ര ജല കമ്മീഷനിലും നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. നൈജീരിയയിലെ ബെന്യു സ്റ്റേറ്റിൽ ഫുലാനി തീവ്രവാദികൾ 6 ക്രൈസ്തവരെ കൊലപ്പെടുത്തി. ആഗസ്റ്റ് 23-നാണ് ആക്രമണമുണ്ടായത്. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായി ഈ പ്രദേശത്ത് 38 ക്രൈസ്തവരാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആയുധധാരികളായ ആക്രമികൾ അഗദു കൗണ്ടിയിലെ ഐവാരി, ഒലഗഗ്ബനെ ഗ്രാമങ്ങൾ ആക്രമിച്ച് 6 ക്രൈസ്തവരെ കൊലപ്പെടുത്തി. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അഗദു പ്രാദേശിക ഗവൺമെന്റ് ഏരിയ കൗൺസിൽ ചെയർമാൻ ഫിലിപ്പ് എബന്യാക്കു ഈ കൊലപാതകങ്ങൾ സ്ഥിരീകരിച്ചു. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ മാറ്റിപ്പാർപ്പിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു. ജോലി ചെയ്യാൻ ഏറ്റവും നല്ല സാഹചര്യമുള്ള കമ്പനികളെ കുറിച്ചുള്ള 2024 ഫോർച്യൂൺ ബെസ്റ്റ് സ്മോൾ വർക്ക് പ്ലേസ് ലിസ്റ്റിൽ കത്തോലിക്ക മാധ്യമമായ എസൻഷനും 2024 ഫോർച്യൂൺ ബെസ്റ്റ് സ്മോൾ വർക്ക് പ്ലേസ് ലിസ്റ്റിൽ ഇടം നേടുന്ന ആദ്യത്തെ കത്തോലിക്ക മീഡിയയാണ് ഇത്. ഫിലാഡൽഫിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസൻഷൻ കമ്പനിക്ക് പ്രസിദ്ധീകരണ വിഭാഗം, ബൈബിൾ പഠനങ്ങൾ, ജനപ്രിയ പോഡ്കാസ്റ്റുകളായ ബൈബിൾ ഇൻ എ ഇയർ, കാറ്റക്കിസം ഇൻ എ ഇയർ എന്നീ വിവിധ മേഖലകളിലായി ഏറെ ശ്രദ്ധ നേടിയ കമ്പനിയാണ്. ഗ്രേറ്റ് പ്ലസ് ടു വർക്ക് എന്ന അനലിറ്റിക്സ് സ്ഥാപനം ഗ്രേറ്റ് പ്ലസ് ടു വർക്ക് സർട്ടിഫൈഡ് കമ്പനികളിൽ നിന്നുള്ള 31,000-ലധികം ജീവനക്കാരുടെ സർവേ പ്രതികരണങ്ങൾ വിശകലനം ചെയ്തിരുന്നു. ഇതോടുകൂടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.